ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള ചേരുവൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കട്ടെ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും കഴിയും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി ഒന്ന് ഓണാക്കി വെക്കണം കേട്ടോ. കൂടെ തന്നെ ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടി തരാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം സോഫ്റ്റ് ആയിട്ടാണ് നമ്മളെ കിണ്ണത്തപ്പം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഞാനിതാ വറുത്ത അരിപ്പൊടി 1 കപ്പ് എടുത്തേക്കണ്. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് ശർക്കരയാണ് വേണ്ടത്. ഇത് ശർക്കര അച്ചുവെല്ലം എന്ത് വേണമെങ്കിലും എടുക്കട്ടോ. ഞാനിപ്പോൾ നമ്മളെ ശർക്കര ഇല്ലേ, അച്ചുവെല്ലം, അതാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എടുത്തേക്കണ്. 1 കപ്പ് ശർക്കരയ്ക്ക് 1 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ കണക്ക്. നമ്മൾ ഏത് കപ്പിനാണോ ശർക്കര എടുക്കണം അതേ കപ്പിന് തന്നെ അരിപ്പൊടിയും വെള്ളം ഒക്കെ ഒരേ കണക്കിന് എടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കുക. വറ്റി കുറുകാനൊന്നും നിൽക്കരുത്. അതേ ഇതിൽ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ചിട്ട് നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് ആ ചൂടോടെ തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അരിപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ 2 വേവായി പോവും. നമ്മൾ പിന്നെ എന്താ പറയുക, ഈ ശർക്കര വെള്ളം എത്താത്തോടത്ത് ഒരു വേവും എത്തിയോടത്ത് വേറൊരു വേവും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ ആക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിതാ നല്ലോണം ഒന്ന് ആ ചൂടോടെ തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തണമായിരുന്നു ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പൂണേറ്റോ ഫോർക്കേറ്റോ വിസ്കേറ്റ് എന്തേറ്റോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സായിട്ട് കിട്ടിയാൽ മതി. കട്ട കെട്ടാതെ മിക്സാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒന്ന് തണുക്കണത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അത് തണുക്കണ നേരം കൊണ്ട് 1 കപ്പ് തേങ്ങയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കണ്ട് ഞാൻ നല്ലോണം തിക്കായിട്ടുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണുള്ളൂ. എന്താ വെച്ചാൽ ചില അരിപ്പൊടിക്ക് നല്ലോണം കുറുന്നനായി വരും. അല്ലെങ്കിൽ ചില അരിപ്പൊടി നല്ല ലൂസായിട്ടും വരും അടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് 3/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിലും അടിച്ചെടുക്കാം. പക്ഷേ നല്ല ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ മാവും മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം. നമ്മൾ എന്ത് ശർക്കര കൊണ്ടുള്ള പലഹാരം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കൊണ്ടിട്ടോ. നമ്മൾ ഉണ്ണിയപ്പോ കലത്തപ്പോ എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ശർക്കരയ്ക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിൽ 3 ഏലക്കായൻ്റെ തൊലി കളഞ്ഞിട്ട് അതിനുള്ളത്തെ കുരു മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം 1 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ആ 3/4 കപ്പ് തേങ്ങാപ്പാൽ തന്നെ എനിക്ക് നല്ല പാകമായിട്ട് കിട്ടിയത്. ആ ഒരു കുറുന്നനുള്ള പാകമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാൻ പോവുകയാണ്. ഇത് ശരിക്കും പിന്നെ നമ്മൾ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ഇടലില്ല കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുള്ള പലഹാരം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് എന്തായാലും സ്കിപ്പ് ചെയ്ത് പോവട്ടെ. ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഞാൻ ഈ തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുത്തിൽ തന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നാകെ ഇട്ട് കൊടുക്കരുതിട്ട് നമുക്കിങ്ങനെ കിണ്ണത്തപ്പം പൊളിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ഇതേമാതിരി പൊടിയാക്കിയിട്ട് എന്നാലും ഇട്ട് നല്ലോണം ഇങ്ങോട്ട് പൊടിച്ച് ഇതാക്കി എടുക്കുകയും ചെയ്യരുത് കേട്ടോ.
ഒന്ന് ഒരു അണ്ടിപ്പരിപ്പ് 3-4 പീസാക്കിയിട്ട് എടുക്കുക. അങ്ങനെ എടുത്തിട്ട് ഈ നെയ്യിൽ തന്നെ ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഞാൻ ഒരുപാട് കളറ് മാറാൻ നിൽക്കണില്ല കേട്ടോ. ഇവിടെ എൻ്റെ വീട്ടിൽ ആർക്കായാലും ഈ അണ്ടിപ്പരിപ്പ് നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുമല്ലോ നെയ്യിൽ, അങ്ങനെ ആക്കി എടുക്കുന്നത് ഇഷ്ടമല്ല. ആ കളറ് ചേഞ്ച് ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പാകത്തിനാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. അതൊക്കെ നമ്മളെ വീട്ടിലുള്ളവരെ ഇഷ്ടമൊക്കെ നമുക്കറിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ശരിക്കും ഈ കിണ്ണത്തപ്പത്തിക്കിടൽ നമ്മൾ കടലപ്പരിപ്പില്ലേ, കടലപ്പരിപ്പ് 1-2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുക്കറിൽ നല്ലോണം ഒന്ന് വേവിച്ചിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതാണ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ അങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ അത് ഇട്ട് കൊടുത്താൽ മതി, ഇത് ഒഴിവാക്കിയിട്ട്. എന്നിട്ട് ഇതാ 1 ടീസ്പൂണ് നെയ്യും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നെയ്യ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കിണ്ണത്തപ്പത്തിന് കിട്ടൽ. പിന്നെ അതുമല്ല നമ്മളെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ നല്ലതാണ്. അപ്പോൾ ഈ നെയ്യും സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് കിണ്ണത്തപ്പത്തേക്ക് ടേസ്റ്റ് കൂട്ടണ ഓരോരോ ട്രിക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതായിപ്പോൾ ഞാൻ ഈ ഒഴിക്കണ പാകം ഉണ്ടല്ലോ, ഇതാണ് കിണ്ണത്തപ്പത്തിൻ്റെ മാവിൻ്റെ പാകം. നല്ലോണം ലൂസാവാനും പാടില്ല, നല്ലോണം തിക്കായി പോവാനും പാടില്ല. അതിൻ്റെ രണ്ട് കട്ട ഒരു ഇതിലാ നടുക്ക് ആയിട്ട് കിട്ടണം കേട്ടോ. അതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഞാനിതാ അതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഞാൻ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഒരു തട്ടും കൂടി ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേക്ക് ടിന്നിലാണ് കേട്ടോ. കേക്ക് ടിന്നിൽ ഉണ്ടാക്കിയെടുക്കണം എന്നൊരു നിർബന്ധമില്ല. നമ്മളവിടെ ചോറുന്ന സ്റ്റീൽ പ്ലേറ്റൊക്കെ ഉണ്ടാവില്ല, എല്ലാവരുടെ വീട്ടിലും അതിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ പാത്രത്തേക്ക് 3 ഇതേപോലത്തെ കയ്യിൽ 3 കയ്യിലാണ്, കയ്യിൽ തവിന്നൊക്കെ പറയട്ടെ, നമ്മളിവിടെ കയ്യിലെന്ന് പറയില്ലേ, 3 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നാകെ ഒഴിച്ചിട്ട് കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. എനിക്കത് വലിയ ഇഷ്ടമില്ല കേട്ടോ. നല്ല കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണത്, നല്ല അത്യാവശ്യം കട്ടിയിൽ നല്ല ഇങ്ങനെ ഇളകി കളിക്കുന്ന ഇതിൽ ഉണ്ടാക്കുമല്ലോ നമ്മൾ, അങ്ങനെ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ ഈ അടുപ്പ് എന്താണെന്നറിയോ, ഇതിൻ്റെ റാക്ക് ഒരു ഭാഗം കെട്ട് ചെരിഞ്ഞിക്കാണ്ടാണ്. എങ്ങനെ നമ്മൾ അടുപ്പിലൊരു സാധനം വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ഇതിൽ കിട്ടണമെന്നുണ്ടാവും. ഒരു ഭാഗത്ത് കാണാം തൂങ്ങിക്കാണ്ട് നിൽക്കണം, എന്താണെന്നൊക്കെ അറിയില്ല. അത് ഉണ്ടാക്കിയ ആളെ അടുപ്പുണ്ടാക്കിയ ആളെ റാക്ക് ഉണ്ടാക്കിയ ആളെ മിസ്റ്റേക്കാണ്. ഒരു ഭാഗം താഴ്ന്നിട്ട് ഒരു ഭാഗം പൊന്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തത് ഉണ്ടാക്കി വെച്ച്. അപ്പോൾ ഇതിൻ്റെ വേവ് 10 മിനിറ്റാണ് കേട്ടോ. 10 മിനിറ്റ് ആകുമ്പോഴത്തേന് നല്ലോണം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ഞാൻ ടിഫിൻ ബോക്സിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, 2 ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കുക. പ്ലേറ്റ് മേലക്കാക്കി തട്ടണോ താഴത്തേക്കാക്കി തട്ടണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ആദ്യം ഞാൻ നിന്നത് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ 1-2 തട്ടുമ്പോഴത്തിന് തന്നെ ഇതിലേക്ക് വീണ് കിട്ടും കേട്ടോ. വീണ് കിട്ടൂല എന്നൊന്നും ആരും പേടിക്കേണ്ട, നല്ല ഇതിൽ തന്നെ കിട്ടുമ്പോൾ കണ്ടില്ല, നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നല്ല അടിപൊളി കിണ്ണത്തപ്പമായിട്ട് കിട്ടിയിരിക്കുന്നത്. കണ്ടാൽ തന്നെ നമുക്ക് ഇതിലേക്ക് വീണ് ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയത് കിട്ടും നല്ല കറക്റ്റായിട്ട് വരുമ്പോഴുണ്ട് മനസ്സിലുണ്ടല്ലോ ഒരു സന്തോഷം. അപ്പോൾ എനിക്കങ്ങനെയാണ് കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയ സാധനം നല്ല സക്സസ് ആയി വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാണുമ്പോൾ. ഞാൻ തന്നെ കുറച്ച് നേരം നിന്നിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കും. അങ്ങനത്തെ ചില വട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. ഞാൻ ഉണ്ടാക്കിയ സാധനം ഞാൻ തന്നെ ആസ്വദിച്ചിട്ട് ഒക്കെ ഞാൻ പിന്നെ ഇതാക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ പിന്നെ അത് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വന്ന് ഇത് കിട്ടിയ കഷ്ണത്തിൻ്റെ അത് കണ്ടാൽ തന്നെ അറിയാം നല്ല ആടിക്കൊഴിഞ്ഞ് കാണ്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുറിച്ച് ഫസ്റ്റ് ഞാൻ തന്നെ കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നമ്മളെ വായിലിട്ടാൽ ചവച്ചൊന്നും കൊടുക്കണ്ട, നല്ല അലിഞ്ഞ് ഇറങ്ങിക്കോളും. അത്രയ്ക്ക് സോഫ്റ്റായിട്ടാണ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിങ്ങനെ നമ്മളിങ്ങനെ കഴിച്ചിറക്കുമ്പോൾ ആ ഓരോ ബൈറ്റ്സിൽ നമുക്ക് ആ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങോട്ട് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ നല്ല നല്ല രസമാണ് ഈ അണ്ടിപ്പരിപ്പിൻ്റെയും തേങ്ങാക്കൊത്തും കൂടി ഇങ്ങനെ ചവക്കാൻ കിട്ടില്ല, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കിണ്ണത്തപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുള്ളൂ. നമ്മൾ അരി അരച്ചിട്ടൊക്കെ അല്ലേ കിണ്ണത്തപ്പം ഉണ്ടാക്കൽ, അതിൻ്റെ ഒന്നും ഇതിലാവശ്യമില്ല. നമുക്ക് നല്ല വറുത്ത അരിപ്പൊടി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ അഭിപ്രായം അറിയിക്കണം. എല്ലാവരും കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, നിങ്ങളെ അഭിപ്രായമൊക്കെ ഇങ്ങനെ അറിയുമ്പോൾ. അതേമാതിരി പുതിയ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ അതും പറയണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലതും മുറിച്ചിട്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.